ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് രേണു സുധി തന്നെയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗത്തിലേക്ക് കടക്കണേ മുന്നേ തന്നെ എനിക്ക് നിങ്ങളോടൊരു ബൈബിളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ വാക്യങ്ങളിൽ ഒരു വാക്യമുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ നോക്കുന്നു. അപ്പോൾ ഇതിൽ യോഹന്നാൻ അധ്യായം 8 അതിലുള്ള കുറച്ച് ഭാഗം ഞാൻ വായിക്കാം. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആവട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന്. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. അപ്പം അതിൽ ഏറ്റവും പ്രസക്ത ഭാവമാണ് യേശു പറയുന്നത്, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയിട്ടെന്നത്. അപ്പോൾ ഇതിൽ ഈ ആൾക്കാർ ഈ ഒരു സ്ത്രീനെ പിടിച്ചിട്ട് യേശുവിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് പറയുകയാണ്, ഇവളിങ്ങനെ ഈ ഒരു കുറ്റം ചെയ്തവളാണ്, അപ്പോൾ ഇവളെ കുറ്റം വിധിക്കണം, അല്ലെങ്കിൽ ഇവളെ ശിക്ഷിക്കണം, കല്ലെറിയണമെന്നാണ് ആ ഒരു സമയത്ത് നിയമം. അപ്പോൾ അതിൽ പറയുന്നവരാണ്, നിങ്ങൾ ഈ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയിട്ടെന്നുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ആ കുറ്റാരോപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആൾക്കാർ എന്താ പറയുക, ആ സ്ത്രീനെ പിടിച്ചുകൊണ്ടുവന്ന ആൾക്കാരെല്ലാവരും അവിടെ നിന്ന് പോയി. അപ്പോൾ ജസ്റ്റ് അത് ഞാൻ പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. അത് ഞാൻ ഏതാണെന്ന് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രേണുസുധിയുടെ വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസിനെ കുറ്റം പറയുന്ന ആൾക്കാർ, ഇതിലൊരു കമൻസിലൂടെയൊക്കെ കുറ്റം പറയുന്ന ആൾക്കാർ നിങ്ങൾ ചിന്തിക്കുക. കാരണം തെറ്റ് ചെയ്യാത്ത ആൾക്കാരായിട്ട് ആരും ഇല്ല. എല്ലാ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള തെറ്റുകളൊക്കെ ചെയ്തിട്ട് പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഒട്ടുമിക്കതും. അല്ലാതെ ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല. അപ്പോൾ ഇവരുടെയൊക്കെ പറച്ചിൽ കേൾക്കുമ്പോഴത്തേക്കും ഇവന്മാരൊക്കെ എന്തോ ഒരു പുണ്യാളന്മാരായിട്ട് നിന്നിട്ട് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? ഈ സോഷ്യൽ മീഡിയയിൽ രേണുസുധി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ സമൂഹത്തിൽ ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത് ഇത്ര വലിയ ചർച്ചാ വിഷയമാക്കി അവരിങ്ങനെ കുറ്റം ആരോപിക്കേണ്ട ഒരു കാര്യം ഒരാൾക്കും ഇല്ല. പിന്നെ പറയുന്ന ആൾക്കാരെ പറഞ്ഞോളൂ, നിങ്ങളുടെ സ്വാതന്ത്ര്യം. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നതെന്നുള്ളതുള്ളൂ. ഇത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ പുറകെ പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഞാൻ അവരുടെ ഇൻ്റർവ്യൂസ് ഒന്നും ഞാൻ അടുത്ത് കാണിക്കുന്നില്ല. പല മീഡിയയിലും രേണുസുധിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ഫിറോസ് എന്ന് പറഞ്ഞ ആ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുള്ള ആളുടെ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ കിച്ചുവിൻ്റെ കുറച്ച് വോയിസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്നും എടുത്തിട്ട് ഡീറ്റെയിൽസ് ആയി ഇവിടെ കാണിക്കുന്നില്ല. കാരണം ഇത് നമുക്കങ്ങനെ ചർച്ച ചെയ്തിട്ട് ടോപ്പിക് ഒന്നല്ല. ജസ്റ്റ് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, ഒരു സാമൂഹിക വിഷയമൊന്നുമല്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി. രേണുസുധിയുടെ കാര്യങ്ങളൊക്കെ നേരത്തെ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് തുടർന്ന് കണ്ടാൽ മതി. ഇത് കാണണം എന്നുള്ളത് ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ ചർച്ച ചെയ്യുന്നത് ആ ഒരു വീട് ലീക്ക് സംബന്ധമായിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് രേണുസുധി ഒരു മീഡിയക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ചോർച്ച ഉണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ചോരുന്നുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ആ വീഡിയോ വെച്ച് കൊടുത്ത ആ ഒരു വ്യക്തി ഫിറോസ് എന്ന് പറഞ്ഞ പുള്ളി വന്നിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ അവർക്കൊരു ഹെൽപ്പായിട്ട് ചെയ്തു കൊടുത്തതാണ്, പക്ഷേ അത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് ഞങ്ങൾക്ക് തന്നെ ഒരു വിനയായിട്ട് മാറി. ഇനി ആർക്കൊക്കെ ഇങ്ങനെ വീഡിയോ വെച്ച് കൊടുക്കണമെന്ന് പോലും പുള്ളി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഇവിടെ മേളിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് ലീക്കിൽ ഒരു നനവ് കാണുന്നുണ്ട്. മനസ്സിലായില്ല, അതിൻ്റെ സയൻറ്റിഫിക് അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഒരു നനവ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം ആയ ഒരു വീട് ലീക്ക് വരവില്ലോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം എൻ്റെ ഈ കാണുന്ന വീടും ഒരു വർഷം ആയിട്ടുള്ളൂ. ഇവിടെ ലീക്കൊന്നുമില്ല. മേളിൽ മറ്റേ ഡ്രസ് വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ മഴയൊക്കെ ടെറസിൽ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഒരു വർഷമായിട്ട് ലീക്കില്ല. പിന്നീട് ചിലപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ലീക്ക് വരുമായിരിക്കാം. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഇതേപോലെ തന്നെ നനവൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഓക്കെ. അപ്പോൾ
അതിനോട് അനുബന്ധിച്ച് പിന്നീട് എന്താ രേണുസുവിനെ കുറേ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണി നോക്കാൻ പാടുള്ളതൊന്നുണ്ട്. ദാനം കിട്ടിയ പശു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണി നോക്കുകയില്ല എന്നുള്ള ഇത് കാര്യം. ദാനം കിട്ടിയ നമുക്ക് പശുവല്ലാണ്ട് നമ്മളെ ആക്രമിക്കണ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കണം എല്ലാ മൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഗുണനിലവാരം നമ്മൾ അളക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഒരു സാധനം ഒരാൾക്ക് വിശന്നിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കും അത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കണം. മനസ്സിലായില്ലേ? ഞാനിത് ആ ഒരു വീടിനെ കുറ്റപ്പെടുത്തുന്നില്ല, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വശം പറഞ്ഞതേ ഉള്ളൂ. അവിടെ അങ്ങനത്തെ ഒരു നനവും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ രേണുവിൻ്റെ അച്ഛനും കുറച്ച് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂ, ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പല ഭാഗങ്ങളും കാണിച്ചിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ലീക്ക് ഉണ്ട്, ഇവിടെ ഇങ്ങനെ നനവുണ്ട്, പിന്നെ അവിടെ ഒരു പൊട്ടൽ വന്നിട്ടുണ്ട്. അതായത് ഇവരുടെ ആ ഒരു കോമ്പൗണ്ട് നിൽക്കുന്ന ആ ഒരു വോളുണ്ട്, അതിന് മൂലക്കൊരു ഇങ്ങനെ ഒരു പൊട്ടൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ക്രാക്ക് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ വരേണ്ട ആവശ്യമുണ്ട്. ഒരു നല്ലപോലെ എന്തെങ്കിലും ബീമൊക്കെ ഇട്ട് വാർത്തിട്ടുണ്ടെങ്കിലും എനിക്ക് അറിയത്തില്ല. കാരണം ഒരു വർഷത്തിനുള്ളിൽ അങ്ങനത്തെ പൊട്ടൽ വരേണ്ട ചാൻസ് ഇല്ല. പിന്നെ അതുപോലെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന സംഭവങ്ങൾ. അപ്പോൾ ആ പൊളിഞ്ഞു പോകുന്ന സാധനം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് അത് പുട്ടിയാണ് പൊളിഞ്ഞു പോകുന്നത്. അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് വീടിൻ്റെ മേൽ കോൺക്രീറ്റ് ഇട്ട് തേച്ചിട്ട് അതിൻ്റെ മേളിൽ പുട്ടിയിട്ടിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ വീട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പുട്ടി എന്ന് പറഞ്ഞ സാധനം പൊളിഞ്ഞു പോകുക, അത് അത്ര അങ്ങനെ വിലയില്ലാത്ത സാധനമാണ്. ഇപ്പം എൻ്റെ ഈ കാണുന്ന വീട്ടിൽ ഞാൻ പുട്ടി നിന്നിട്ടില്ല, നേരെ തേപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നേരെ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കധികം സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ ഒരു, സാമ്പത്തികമല്ല അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ പുട്ടിയുടെ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. നമുക്ക് മറ്റേ തേപ്പിൻ്റെ ആ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ നമ്മുടെ വോൾസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പുട്ടി ചെയ്തിട്ടാണ് ആൾക്കാർ പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഇതിലേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നു പറയുന്നത് അത് പുട്ടിയാണ് പൊളിഞ്ഞു പോകുന്നത്. അപ്പം അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. പിന്നെ ആ നനവ് എന്ന് പറയുന്ന ഭാഗ്യം ആ ഒരു ബീമിൻ്റെ അവിടെ നനവ് വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എന്താ പറയുക, ഫിറോസ് എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യുമെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ രേണുവിൻ്റെ ഫാമിലിക്ക് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി എന്താണ് രേണുസുധീനായിട്ട് കുറേ ആൻസർ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ഫിറോസ് എന്ന് പറഞ്ഞ പുള്ളിനെ നേരത്തെ കാര്യങ്ങളൊക്കെ അറിയിച്ചതാണ്. അല്ലെങ്കിൽ രേണുവിന് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ല. കൂടുതലും അച്ഛനും ഫിറോസ് തമ്മിലുള്ള ഡിസ്കഷൻ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടം വരെ രേണുവിനെ കുറ്റം പറഞ്ഞുള്ള എല്ലാ യൂട്യൂബേഴ്സിനെയും വെട്ടി വീഴ്ത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൂടെ എല്ലാത്തിനെയും ഉത്തരം പറഞ്ഞിട്ട് ആ ഒരു ഉത്തരം അവരുടെ സംഭവങ്ങളൊക്കെ ക്യാൻസലാക്കുന്ന രീതിയിലുള്ള ഉത്തരമാണ് രേണുസുര ഭാഗത്ത് വന്നിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ കള്ളമാണോ സത്യമാണോ എന്നൊന്നും പറയാനായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ കിടന്ന് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം രേണുസുര ആ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് തന്നെ അവിടെ ക്യാൻസലായി പോയിട്ട്, എന്നാലും അതിൻ്റെ ഇടയിൽ പിന്നെ ഈ കമൻസ് വരുന്നത് കണ്ടിട്ടുണ്ട്, ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്തൊരു ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കത് കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ ദാനം ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ വീടിൻ്റെ ക്വാളിറ്റിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ ആളല്ല, കാരണം ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടില്ല. ജസ്റ്റ് അവിടെ ഒരു നനവിൻ്റെ കാര്യമുണ്ട്, പിന്നെ മതിലിൻ്റെ ഒരു ക്രാക്ക് ഉണ്ട്. അത് രണ്ടും മാത്രമേ എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൽ പറയുന്ന കാര്യമാണ് ഈ വീട് എഴുതി കൊടുത്തിരിക്കുന്നത് ഋതപ്പനും കിച്ചനാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഈ രേണു പറയുന്നുണ്ട് എന്താണ് എന്നാൽ പിന്നെ നിങ്ങൾ വന്നിട്ട് നോക്ക്, ഈ ഇത് ഋതപ്പനെ നിങ്ങൾ വന്ന് നോക്ക്, ഈ 5 വയസ്സുള്ള കുട്ടീനെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ലല്ലോ, അവിടെ നോക്കേണ്ട ആരെങ്കിലും വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അച്ഛനമ്മ വന്നിരിക്കുന്നത്. രേണു ഷൂട്ടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ഈ ഒരു കുഞ്ഞു കുട്ടിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനമ്മ വന്ന് നിൽക്കുന്നത്. അപ്പം അവർ പറഞ്ഞു ഞങ്ങളാണ് പോയിക്കോളാം, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുന്നുള്ളത്. അപ്പം അതിൻ്റെ അടിയിൽ കമൻസ് വന്നിരിക്കുകയാണ്, സ്വന്തം കുട്ടിനെ നോക്കേണ്ടത് നീയാണെന്നുള്ള സംഭവം. ശരിയാണ്, സ്വന്തം കുട്ടിനെ നോക്കേണ്ട ഉത്തരവാദിത്തം അച്ഛനമ്മക്കാണ്. ഇവിടെ സുധി എന്ന് പറഞ്ഞ ആൾ ഇപ്പം ഇല്ല, ജീവനോടില്ല. പിന്നുള്ളത് രേണുവാണുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ രേണു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കണം. അവരുടെ ഇഷ്ടമാണ് അവർക്ക് എന്ത് ജോലിക്ക് പോകണം എന്നുള്ളത്. അവർക്ക് ചിലപ്പോൾ സാധാരണ ഒരു ഓഫീസ് ജോബിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടുന്നത് ചിലപ്പോൾ ഇതേപോലുള്ള റീൽസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇതേപോലെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴത്തേക്കും ആയിരിക്കും അവർക്ക് ഇതേപോലെ വരുമാനം കിട്ടുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തിട്ട് ആ ഒരു ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്ത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അങ്ങനെ പറ്റിയെന്ന് വരില്ല.
അപ്പോൾ ഒന്നെങ്കിൽ അവിടെ ഈ രേണുവിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അച്ഛനമ്മയോ അവിടെ നോക്കാൻ വേണ്ടി നിൽക്കണം. അതിൽ ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ പറയുന്നത് അച്ഛനും അമ്മനെയും നിൽക്കുന്നു എന്നുള്ള സംഭവമാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പോൾ അതിനേക്കാളും നല്ലതൊരു ഡേ കെയർ സ്വന്തം ബന്ധുക്കൾ അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മ നോക്കണ പോലെ വരില്ല. എന്തായാലും ഞാൻ പറയുകയാണ്, ഒരു വിശ്വാസമായിട്ടുള്ള ഒരാളെ ഒരു ഡേ കെയർ പോലെ ഒരു സ്ത്രീനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതിനുള്ള വരുമാനം ഉണ്ടെങ്കിൽ അങ്ങനെ ഭാവിയിൽ ചെയ്യാം, ഭാവിയിൽ ചിന്തിക്കാം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം ഈ വക കാര്യങ്ങളൊന്നും കാണുന്നതാണ് ഈ കമന്റിൽ വരുന്ന അവന്മാർ പറയുന്നത് സ്വന്തം കുട്ടിനെ നോക്കാൻ വേണ്ടി നീ നാട്ടുകാരടുത്ത് പറയണം. അത് നാട്ടുകാരടുത്ത് അങ്ങനെ പറയുന്നില്ല. അവർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനാണ്. ഈ സുധി എന്ന് പറഞ്ഞ ആൾ ഇപ്പം ജീവനോടില്ല, പിന്നുള്ളത് രേണുവാണ് ഉള്ളത്. അപ്പോൾ രേണുവാണ് മെയിനായിട്ട് അവിടുത്തെ ആ വീട്ടിലേക്ക് ഒരു ഇൻകം കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ടും നമ്മളുടെ നാട്ടിൽ പുള്ളിക്കാരി എത്ര പഠിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഓഫീസ് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ആ വീടിന് വേണ്ട അത്യാവശ്യം ചിലവുകൾ നടക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഷൂട്ടിംഗ് ആ ഒരു മേഖല അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇതേപോലെ റീൽസ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് നല്ലൊരു വരുമാനം, മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് രേണുവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും അവരുടെ ബന്ധുക്കളോ അച്ഛനോ അമ്മയോ അവർക്ക് ആരാണ് വിശ്വാസം അവർ വന്ന് നോക്കട്ടെ. അതിലേക്ക് വന്നിട്ട് ഇതേപോലുള്ള പൊട്ടത്തരങ്ങളും അല്ലെങ്കിൽ അതിൽ വന്നിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങളാരാണ്? നിങ്ങളല്ലല്ലോ അവർക്ക് ചിലവിന് കൊടുക്കുന്നത്. അത് അവർ തന്നെയാണ് അതിൻ്റെ ചിലവും ബാക്കി കാര്യങ്ങൾക്കെല്ലാം വഹിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അടുത്തത് വേറൊരു ആരോപണം പറഞ്ഞത് എല്ലാവരും പറയുന്നതാണ്, കാരണം കിച്ചു അവിടെ നിൽക്കുന്നില്ല, കിച്ചു കൊല്ലത്താണ് പോയി നിൽക്കുന്നത്, അവനവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അവനാ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയേക്കുന്നതാണ്. ഇപ്പോൾ കിച്ചുവിൻ്റെ പേരിലും അല്ലെങ്കിൽ ഋതുവിൻ്റെ പേരിലാണ് ഇപ്പോൾ വീട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ പല ആൾക്കാരാണ് കയറി ഇറങ്ങി നടക്കുന്നത്. അല്ലെങ്കിൽ ഈ രേണുവിൻ്റെ അച്ഛനമ്മയാണ് അവിടെ വന്ന് നിൽക്കുന്നത്, കിച്ചുവിന് അവിടെ വീട്ടിൽ വന്നിട്ട് ഒരു നിൽക്കാനായിട്ടൊരു സ്ഥലമില്ല, മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെയും രേണു ആ ഒരു സംഭവം ആ ഒരു ചോദ്യങ്ങൾ മൊത്തം ക്യാൻസൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അവിടെ ഇപ്പോൾ കിച്ചു ഇപ്പോൾ കൊല്ലത്ത് പോയിട്ട് എന്തോ ആനിമേഷൻ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിന്ന് പഠിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇത്രയും ദൂരത്ത് കൊല്ലത്ത് ഡെയിലി കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് വന്നിട്ട് പോകും? അത്രയും ദൂരമില്ലേ? അപ്പോൾ അവിടെ ആ ഒരു ക്വസ്റ്റ്യനും ആൻസർ കൊടുത്തിട്ടുണ്ട് ഈ രേണു എന്ന് പറഞ്ഞ പുള്ളി. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലായി ഇത് ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ട്, രേണു എന്ന് പറഞ്ഞ ആൾ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്താ പറയുക, ഇപ്പം നമ്മളൊരു ചെസ്സ് കളിയിൽ രാജാവ് ഒറ്റയ്ക്ക് നിന്നിട്ട് ബാക്കിയുള്ള പടയാളികളെയും ബാക്കിയുള്ള അതിൻ്റെ മന്ത്രിയെയും ഓപ്പോസിറ്റ് രാജാവിനൊക്കെ ഇങ്ങനെ വെട്ടി വീഴ്ത്തുമെന്ന് പറയില്ലേ, അങ്ങനത്തെ സംഭവമാണ് ഇപ്പോൾ രേണു ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സാധിക്കുന്നു എന്നുള്ള സംഭവം അറിയാൻ ഇപ്പോൾ ഞാനത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പറയുന്നില്ല. ഞാൻ നോക്കി കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. കുറേ യൂട്യൂബ് റിയാക്ടേഴ്സും അതായത് കുറേ കമൻസിലൂടെ രേണു ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്രമിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് ആ ഒരു സംഭവത്തിനുള്ള ഉത്തരം കൊടുത്തിട്ട് അവരുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് രേണുസുതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കിച്ചു ഈ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാത്തതിൻ്റെ കാര്യം പുള്ളിക്കാരൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അത് നിൽക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇനി പുറത്തേക്ക് കാണാൻ ജോലിക്ക് വല്ലതും കിട്ടണമെന്ന് ചിലപ്പോൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുമായിരിക്കും. മനസ്സിലായത്? അതൊക്കെ പുള്ളിയുടെ ഇഷ്ടം. അതൊക്കെ ഒന്നും നിങ്ങൾ ചോദിക്കാണ്ടിരിക്കുക. അതൊക്കെ അവരുടെ പേഴ്സണൽ ഫാമിലി മാറ്റേഴ്സാണ്. അടുത്തൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ കിച്ചുവിൻ്റെ എന്താ പറയുക, പുള്ളിയുടെ പ്രായം എനിക്ക് എത്രയാണെന്ന് അറിയത്തില്ല. 18 വയസ്സാണെന്ന് ഞാൻ കരുതുന്നു. 18-17 ഞാൻ കരുതുന്നു. അപ്പോൾ 18 വയസ്സാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള ഈ രേണുവിൻ്റെ അച്ഛനമ്മയും ഈ വീട് ഇപ്പം എന്തായാലും കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും പേരിലാണല്ലോ. അപ്പോൾ 18 വയസ്സ് കിച്ചു ആയിട്ടെന്നുണ്ടെങ്കിൽ പുള്ളി എന്തായാലും പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനായി അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസനായി. അപ്പോൾ ഈ വീട്ടിലെ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും എന്താ പറയുക, അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു ഗുഡ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാം, അല്ലെങ്കിൽ ഈ വീട് വെച്ച് തന്ന ആൾക്കോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ രേണുസുധിയുടെ അച്ഛൻ സംസാരിക്കാതെ ഇനിയിപ്പോൾ കിച്ചുവിന് 18 വയസ്സായിട്ടുണ്ടെങ്കിൽ 18 വയസ്സായില്ല എന്നുള്ള മാറ്ററല്ല, അവനെ കൊണ്ട് വിളിപ്പിക്കുക. ഇപ്പോൾ ആ ഒരു കിച്ചുവിന് എഴുതപ്പെടുന്നുള്ള സംഭവത്തിൽ കിച്ചുവാണല്ലോ ഏറ്റവും മൂത്തത്. അപ്പോൾ കിച്ചുവിനെ കൊണ്ട് വിളിപ്പിക്കുക, ഫിറോസിനെ വിളിപ്പിക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ ബാക്കിയുള്ള കാര്യം ചെയ്ത് വിളിപ്പിച്ചിട്ട് പറയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോന്ന് ചെയ്തു തരാമെന്നുള്ളത് ചോദിക്കുക. അപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തരാമെന്നുള്ള സംഭവമേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ രേണുസുധിയുടെ അച്ഛൻ്റെ പേരിലോ അല്ലെങ്കിൽ രേണുവിൻ്റെ പേരിലല്ല ആ വീടിരിക്കുന്നത്, ഈ 2 കുട്ടികളുടെ പേരിലിരിക്കുന്നത്. അപ്പോൾ അതിൽ മൂത്ത മകൻ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിച്ചുവിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതിനേക്കാളും മുതിർന്ന ആളാണ് രേണുവിൻ്റെ അച്ഛൻ എന്നുള്ള സംഭവമൊന്നും ഇപ്പോൾ ഇല്ല. അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചിലപ്പോൾ കിച്ചു ഹാൻഡിൽ ചെയ്യുമായിരിക്കും. അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലത്തെ ഒരു സംഭവം, ഒരു വീഡിയോ ഞാൻ കണ്ടാണ് മജീദ് എന്ന് പറഞ്ഞിട്ട്, മജീദ് എന്നാണ് പേര് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളി എന്താണ് ഇവരായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്.
അപ്പം അതിലൊരു വീഡിയോയിൽ ഞാൻ കാണുന്നുണ്ട് ഈ മജീദൊക്കെ ഈ കിച്ചുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിന്നെപ്പറ്റി എങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് കുറച്ച് പൈസ തരുമ്പോഴത്തേക്കും രേണു നിന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ നിന്നോട് പറഞ്ഞ് നിനക്ക് അറിയാമല്ലോ, നീ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കിച്ചു പറയുന്നുണ്ട് ശരിയാണ് എനിക്ക് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കിച്ചു അറിയുന്നില്ല എന്ത് ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് കിച്ചു അറിയുന്നില്ല. മനസ്സിലായില്ലേ? അത് ശരിക്കും ഈ ഒരു മജീദ് എന്ന് പറഞ്ഞ പുള്ളി ഒരു വിശ്വാസ വഞ്ചനയാണ് ചെയ്തത്. നിങ്ങൾ ആ പയ്യനോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, അതായത് മോനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാനിത് പുറത്ത് വിടും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ഒരു ആൻസർ നിങ്ങൾ പുറത്ത് വിടിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് നിങ്ങളോടുള്ള ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു പയ്യനും ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾ അവിടെ ഒരു വിശ്വാസവഞ്ചനം ചെയ്തത്. അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. കിച്ചുവിന് ചിലപ്പോൾ പല കാര്യങ്ങളും പറയാനായിട്ടുണ്ടാകും, അല്ലെങ്കിൽ രേണുസുധിര അല്ലെങ്കിൽ രേണുസുധിര അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ നല്ലപോലെ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, വന്നിട്ടുണ്ടാകാം. അപ്പോൾ അത് അവൻ ഈ ഒരു സമയത്ത് പറയാണ്ടിരിക്കുന്നത് അവൻ്റെ രണ്ട് കാലം ഒന്ന് ചിലപ്പോൾ ഉറപ്പിച്ച് നിന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഈ യൂട്യൂബ് റിയാക്ടേഴ്സും വന്നിട്ട് പറയുന്നത് കിച്ചു ധൈര്യമായിട്ട് പറഞ്ഞു, കിച്ചുവിൻ്റെ ഒപ്പം ഞങ്ങളുണ്ട് മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കിച്ചു എന്ന് പറഞ്ഞ ആള് ഈ പറയുന്ന യൂട്യൂബ് റിയാക്ടർ പറഞ്ഞൊന്നും വിശ്വസിക്കരുത്. നിനക്ക് നീ മാത്രമേ ഉള്ളൂ, നിൻ്റെ ഇപ്പം വേറെ ആൾക്കാരൊന്നുമില്ല. എല്ലാ ആൾക്കാരും അങ്ങനത്തെ എല്ലാവരും ഒറ്റക്കാരാണ് ജീവിക്കുന്നത്, എല്ലാവർക്കും അവരവർ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ രേണുവിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്നോ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു യൂട്യൂബ് റിയാക്ടേഴ്സ് തരുന്ന ധൈര്യത്തിലൂടെ ആയിരിക്കരുത് നിങ്ങൾ പറയേണ്ടത്. എന്തെങ്കിലും ഒരു രണ്ട് കാലം നിന്നിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ജോലിയൊക്കെ ആയിട്ട് എപ്പോഴാണോ നിങ്ങൾക്കത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം നിനക്ക് സ്വന്തമായിട്ട് തോന്നുന്നത് ആ സമയത്ത് പറയുക. അല്ലാതെ ഈ മീഡിയക്കാർ വന്നിട്ട് അവർ വന്നിട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്യരുത്. ആ ധൈര്യത്തോടെ പറഞ്ഞു, രേണുവിനുള്ളത് പറഞ്ഞു. അത് രേണുവിനോട്ടുള്ളൊരു ദേഷ്യം അല്ലെങ്കിൽ രേണുവിനെ ചാഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് റിയാക്ടേഴ്സ് യൂട്യൂബ് ചാനലിലെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ കിച്ചിയോടുള്ള സ്നേഹം കൊണ്ടിട്ടില്ല. രേണുവിനോടുള്ള ആ ഒരു വെറുപ്പ് തീർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഭവങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഇവരെ അടിച്ചമർത്തണം എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ രേണുവും കിച്ചുവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ഒരു വലിയ ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവർക്കൊന്നും വന്ന് ഇടപെടാൻ പറ്റത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? അവിടെ ഒരു കോടതിയിലേക്കോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിൽ ആ ഒരു കേസിൽ കക്ഷികളായിട്ടുള്ള ആൾക്കാരെ മാത്രമേ അതിൽ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പൊട്ടന്മാരായിട്ടുള്ള യൂട്യൂബ് റൈറ്റേഴ്സ് തുറന്ന് പറഞ്ഞു എന്നുള്ളത് ഒന്നും നടക്കൂല. അവിടെ ഫൈനലിൽ വരുമ്പോഴത്തേക്കും രേണുവും അല്ലെങ്കിൽ കിച്ചുവും അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള അവരുടെ ഫാമിലിയും കാര്യങ്ങളും ആൾക്കാർ മാത്രമേ വരുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഈ മജീദ് എന്ന് പറഞ്ഞ പുള്ളി ചെയ്തത് അത് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള എനിക്ക് അറിയത്തില്ല. ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. ചോദിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര തെണ്ടിത്തരായി പോയി, ഭയങ്കര ഒരു വിശ്വാസവഞ്ചനയായി പോയി. കാരണം ആ ഒരു പയ്യൻ നിങ്ങളോട് വിശ്വസിച്ചിട്ട് ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് നിങ്ങളത് പുറത്ത് പറയത്തില്ല എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവൻ്റെ പെർമിഷൻ ചോദിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോയി. പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ള കാര്യം ഞാൻ പറയുന്നു. അടുത്തത് ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി. അപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഞാൻ ഫസ്റ്റ് കണ്ടത് സന്തോഷ് പണ്ഡിറ്റാണ്. മനസ്സിലായി? പുള്ളി ഒരു 4-5 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു സിനിമ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ ഓടിക്കുന്നു. ആ ഫിലിമിനെ വിമർശിച്ച് കുറേ ചർച്ചകൾ, അതിനെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ കുറേ വിമർശനങ്ങൾ, അതിൽ അഭിനയിച്ച ആൾക്കാരെ കുറേ വിമർശിക്കുന്നു. ആ സമയത്തിലുള്ള പല താരങ്ങളും വന്നിട്ട് ഒരു നമ്മൾ തമ്മിൽ നിന്നുള്ള ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റിൽ. അതിൽ ശ്രീകണ്ഠൻ നായരുടെ ഷോ അതിൽ വന്നിട്ടുള്ള ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെന്ന്. അപ്പോൾ അതിൽ വന്നിട്ട് സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷ് പണ്ഡിറ്റിനാണെങ്കിൽ ഓപ്പോസിറ്റ് നിന്നിട്ട് പുള്ളിയും വിട്ടുകൊടുക്കില്ല, പുള്ളിയും അങ്ങോട്ട് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ നാളുകൾ പുള്ളിയുടെ സിനിമ നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് കാണുമായിരുന്നു. മനസ്സിലായത്? അപ്പോൾ ഇങ്ങനെയൊന്നുമല്ല സിനിമ എടുക്കേണ്ടതെന്നുള്ള സംഭവങ്ങൾ വന്നിട്ടാണ് കുറേ പേര് വിമർശിക്കുന്നത്. അപ്പം അതിലും ഞാൻ കാണുന്നത് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയിൽ സമൂഹത്തിന് ദ്രോഹം വരുന്ന കാര്യങ്ങളൊന്നും പുള്ളി ചെയ്യുന്നില്ല. പുള്ളിയുടേതായിട്ടുള്ള പണം കൊണ്ടിട്ട് പുള്ളി തന്നെ അതിൻ്റെ സിനിമയുടെ ഇത് ചെയ്യുന്നു. അത് അങ്ങനെയും ഒരു സിനിമ എടുക്കാം. മനസ്സിലായില്ലേ? എല്ലാ സിനിമയും നിങ്ങൾ പറയുന്ന പോലെ തന്നെ എടുക്കണമെന്നില്ല. അത് അയാൾ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സ്വന്തം ഇഷ്ടം അങ്ങനെ എടുക്കണമെന്നുള്ളത്. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ആ ഒരു കാഴ്ചപ്പാടിനെ പ്രയോഗിക്ക് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ള രീതിയിൽ നല്ലപോലെ പുള്ളി പ്രശസ്തി ആർജിച്ചു. അപ്പോൾ ഞാൻ കണ്ടേക്കുന്ന ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആദ്യമായിട്ട് പ്രശസ്തി ആർജിച്ച ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ളത് എൻ്റെ ഒരു അറിവിൽ കേട്ടോ.
അപ്പോൾ അതിന് ഞാൻ നെഗറ്റീവ് പബ്ലിസിറ്റി ഞാൻ പറയുന്നില്ല, നിങ്ങൾ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ ഒരു ബഡ്ജറ്റിൽ പുള്ളിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഫിലിം ചെയ്തു, അത് അത്രയും ഇതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പിന്നീട് ഈ അടുത്ത് വൈറലായ ആൾക്കാരാണ് ഈ അലൻ ജോസ് പെരേരയും അതേപോലെ തന്നെ ഈ ആറാട്ടണലും. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിലും മനസ്സിലായി, സാധാരണ ഒരാൾ വന്നിട്ട് മൂവി റിവ്യൂ കുറേ പേർ റിവ്യൂസ് പറയാറുണ്ട്, പക്ഷേ ഇവർ മാത്രം ഇങ്ങനെ ഇത്രയും പ്രശസ്തമാവാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ കാഴ്ചപ്പാടുണ്ട്. റിവ്യൂ പറയുമ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ ഇരിക്കണം പറയേണ്ടത്, അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ക്വാളിറ്റീസ് വേണം, അല്ലെങ്കിൽ അയാൾ സ്റ്റേണായിട്ട് മെച്ചുവേർഡായിട്ട് പറയണം. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി വിഭിന്നമായിട്ടുള്ള രീതിയിൽ ആൾക്കാർ പറയുമ്പോഴത്തേക്കും അവരെ വിമർശിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അവരും അതേപോലെ വൈറലായി. അപ്പോൾ അതിനുശേഷം ആ ഒരു സമയത്ത് തന്നെ, അല്ലെങ്കിൽ ആ കൊറോണ കാലഘട്ടത്തിൽ തന്നെ വൈറലായ ഒരു ആളാണ് തൊപ്പി എന്ന് പറയുന്നത്. അപ്പോൾ തൊപ്പിയും ഇതുപോലെ തന്നെ ആദ്യം എന്താ പറയുക, പുള്ളിക്ക് കുറേ ചലഞ്ചസ് ഒക്കെ വരാറുണ്ടാവും. മറ്റേ ഭയങ്കര എരിവുള്ള ചിപ്സ് ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കാനുള്ള സംഭവങ്ങൾ, പിന്നെ നൂഡിൽസ് എടുത്തിട്ട് ഡ്രസ്സിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ കുറേ ചലഞ്ചസ് പുള്ളിയുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൊടുക്കും. പുള്ളി ആ ചലഞ്ചസ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അത് മുതിർന്ന ആൾക്കാർ കാണുന്നു. മുതിർന്ന ആൾക്കാർക്ക് ഈ ഒരു പുള്ളിയുടെ അവരുടെ ആക്ഷൻസ് അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാണ്ട് വരുന്നു. അങ്ങനെ തൊപ്പിക്കെതിരെ കുറേ വിമർശനങ്ങൾ വരുന്നു. പുള്ളിനെ വന്നിട്ട് പോലീസുകാർ വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് ഒരു പാട്ട് പാടിയിട്ട് വരുന്നത്, ഒരു വേർഡ് പറഞ്ഞതിൻ്റെ പേരിൽ വന്നിട്ട് പോലീസുകാർ ആ ഒരു വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് പുള്ളിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. പുള്ളിനെ മറ്റേ PC ഒക്കെ എടുത്തിട്ട് പോകുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് സന്തോഷ് വർക്കിനെയും അതേപോലെ തന്നെ ഈ അലൻ ജോസ് പെരേരയെ തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിർത്താം. അപ്പോൾ ഈ സന്തോഷ് പണ്ഡിത്തും അതേപോലെ തന്നെ തൊപ്പിയും, അപ്പോൾ ഇവർ ഫസ്റ്റ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് വന്നതെന്ന് ഉണ്ടെങ്കിലും അവരിപ്പോൾ അതിൽ നിന്നൊക്കെ മാറി. ഇപ്പോൾ ഈ സന്തോഷ് പണ്ഡിത്താണെന്നുണ്ടെങ്കിൽ പുള്ളി കുറേ ചാരിറ്റി ചെയ്യുന്ന രീതിയിലൊക്കെ അയാളുടെ കാര്യങ്ങൾ മാറി. അപ്പോൾ സന്തോഷ് പണ്ഡിത്തിൻ്റെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻസും വീഡിയോസൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വേറെ തൊപ്പിയുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇപ്പം നല്ലപോലെ ലൈഫ് കൊണ്ടുവന്നിട്ട് നല്ല എന്തോ വീടൊക്കെ വാടക എടുത്തിട്ട് 1 കോടി രൂപ അടുത്തെന്തോ ആണ് പുള്ളിക്ക് ഈ ഒരു കോൺട്രാക്ട് അടുത്ത് ഏതൊരു പ്ലാറ്റ്ഫോമിൽ കിട്ടിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പഴയ പോലത്തുള്ള ആ വീഡിയോസെല്ലാം തൊപ്പ് ചെയ്യുന്നത് കുറച്ചും കൂടി ആൾക്കാർക്ക് അക്സെപ്റ്റൻസ് കൂടുതലായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്ത് വൈറലായെന്ന് പറയുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ ഈ കാണുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ അവർ അറിയാണ്ട് തന്നെ അവർക്ക് നെഗറ്റീവ്ലി പ്ലഷർ കൊടുക്കുന്ന കുറേ സംഭവങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സാധനം സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അതിന് വാങ്ങാൻ വേണ്ടി ആൾക്കാരുണ്ടാവണം, എന്നാലേ ആ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആകുള്ളൂ. അപ്പോൾ ഈ സന്തോഷ് പണ്ഡിത്തുള്ള ആൾക്കാർ ഇത്രയും പെട്ടെന്ന് അവർ വൈറലായുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, അവർ പറയുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് നിൽക്കുന്ന സംഭവങ്ങൾ നിങ്ങളവിടെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുണ്ട്. നേരെ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അവരെന്തോ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ ഒരു വലിയ കാര്യമാക്കി ഇങ്ങനെ പൊലിപ്പിക്കാണ്ടിരുന്ന വെച്ചെങ്കിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു തൊപ്പിക്കുള്ള ഫെയിം അല്ലെങ്കിൽ സന്തോഷപ്പെടുത്തുന്ന ഫെയിം ചിലപ്പോൾ കിട്ടാണ്ടിരുന്നേക്കാം. അപ്പോൾ ഈ സെയിം സംഭവം തന്നെ ആയിരിക്കാം, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ആയിരിക്കാം ചിലപ്പോൾ രേണുസുതി ഉദ്ദേശിക്കുന്നത്. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കുറേ അതൊരു ഡിസ്കഷൻ ആവും. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ പോലും അതിനെപ്പറ്റി ചർച്ച ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കുറേ ഇൻ്റർവ്യൂസ് കിട്ടും. ആ ഒരു സംഭവം തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ഈ ഒരു കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ രേണുസുതി ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം. അപ്പോൾ കുറേ നാളിന് കുറേ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് കൂടി കുറേ ഫെയിം ഉണ്ടാക്കി അതിൽ നിന്ന് കുറേ സമ്പാദിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായി കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ പറഞ്ഞ ഈ കമ്മിറ്റിട്ട ആൾക്കാരൊക്കെ എല്ലാം പൊട്ടന്മാരാകും. പിന്നെ രേണുസുതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും എന്തൊക്കെ തന്നെയാണ് രേണുസുതി ഈ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെതിലേക്ക് പോകും. അപ്പം ഞാൻ അതിനെ തെറ്റുകുറ്റം പറയുന്നില്ല. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ഇതേപോലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചിന്തിക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ അടുത്തൊരു സംഭവമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും എന്താ പറയുക, ആ ഒരു വീടിൻ്റെ ലീക്കേജ് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ആ ലീക്കേജ് കാണിച്ചുകൊണ്ടിട്ട് ഈ രേണുസുധിയുടെ അച്ഛനും അല്ലെങ്കിൽ ഈ രേണുവും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കമൻസ് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഓർത്തത് മിക്കവാറും ഇതിൽ കമൻസ് വരാണ്ടി പോകുന്നത് ആ ലീക്കേജ് രേണു പറഞ്ഞ പോലെ അല്ലല്ലോ, അവിടെ ലീക്കേജ് ഇല്ലല്ലോ, ആ ലീക്കേജ് സംബന്ധിച്ചിട്ടുള്ള ഒരു കമൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വീട് സംബന്ധിച്ചിട്ടുള്ള ഒരു കമൻസ് ആയിരിക്കും. വീടിൻ്റെ ആ ഒരു പണി തീർത്തോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളോ അതിനെ സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ അതിനെ വിമർശിച്ചിട്ടുള്ള കമൻസ് ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിൽ കണ്ട കമൻസാണ് രേണുവിൻ്റെ അഹങ്കാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. അപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ പൊതുവെയുള്ള ഒരു സംഭവമാണ് സ്ത്രീകൾക്ക് അഹങ്കാരം പാടില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ അഹങ്കാരം?
അഹങ്കാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു മെച്യൂരിറ്റി, അതാണ് ഞാൻ അഹങ്കാരമായിട്ട് കാണുന്നത്. അഹങ്കാരം, അഹംഭാവം എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ മറ്റുള്ള ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടാലൻ്റ് ഉണ്ട്, എന്ത് വേണമെങ്കിൽ നമുക്ക് തലവർത്തി പറയാം. അപ്പോൾ ഇവിടെ രേണുസുതി എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒരു വിധവയായിട്ടുള്ള സ്ത്രീയല്ലേ. അപ്പോൾ സാധാരണ വിധവയായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെ ഭയങ്കര വിനയത്തോടു കൂടിയൊക്കെ ഒരു മീഡിയാസിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് എല്ലാ ആൾക്കാരും സ്വീകരിക്കുക. അയ്യോ പാവം, എന്താണ് ഭർത്താവ് മരിച്ച സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കാണും. പക്ഷേ നേരെ മറിച്ച് രേണുസുതി പറഞ്ഞ പോലെ തന്നെ വരുന്ന ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അവർക്ക് അഹങ്കാരം എന്നൊക്കെ രീതി പറയും. ഇവിടെ കഴിഞ്ഞ ദിവസം വിഭജികയുടെ ഒരു സൂയിസൈഡ് ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ. അവിടെ അത്രയും സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു, എന്നിട്ട് അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ നേരിട്ട് ആ ഒരു പീഡനമൊക്കെ കാര്യം കൊണ്ട് തന്നെ പുള്ളിക്കാരത്തി സൂയിസൈഡ്, ആ ഒരു പുള്ളിക്കാരത്തിക്കുള്ള ആ ഒരു കുട്ടീനെ കൊന്നിട്ട് ഈ വിഭജിക സൂയിസൈഡ് ചെയ്തു. അപ്പോൾ അഹങ്കാരം ഇല്ലാത്ത സ്ത്രീകളാണ് ഇങ്ങനത്തുള്ള സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു കാലത്ത് അഹങ്കാരം വളരെയധികം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആവശ്യമാണ്, മനസ്സിലായില്ലേ. ഈ അഹങ്കാരം പാടില്ല എന്നുള്ളതൊക്കെ പഴയ പ്രാകൃതമായിട്ടുള്ള മോറൽ വാല്യൂസാണ്. അത് രാജാക്കന്മാർ തൻ്റെ അടിമയായിട്ടുള്ള ജനങ്ങൾ രാജാക്കന്മാരെ ചോദ്യം ചെയ്യരുത്. കാരണം രാജാവ് എപ്പോഴും ഈ ജനങ്ങളുടെ നിന്ന് കരം പിരിച്ചിട്ട് ആ ഒരു കരം വെച്ചിട്ടാണ് അടിച്ചു പിടിച്ചിട്ട് ജീവിക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ രാജാവിനോട് വന്നിട്ട് ഈ ജനങ്ങൾ വന്നിട്ട് ചോദിക്കാൻ വേണ്ടി പാടില്ല, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോട് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് രാജാവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇട്ടൊരു ടാഗാണ് അഹങ്കാരി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ തൻ്റേട് എന്നുള്ള സംഭവം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അഹങ്കാരം തൻ്റേടൊക്കെ നല്ലതാണ്. അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ അഹങ്കാരം, അഹംഭാവം അല്ലെങ്കിൽ തൻ്റെ ഇടമുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഒന്നും നിങ്ങൾ ഈ ഒരു സംഭവം കൂടി കാണുക, മനസ്സിലായി. ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അഹങ്കാരം ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പമുള്ളതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ അഹങ്കാരമൊക്കെ പറയുന്നത് നിങ്ങളിങ്ങനത്തെ വീഡിയോസിനൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് നോക്കിക്കാണുന്ന ഈ ഭരണാധികാരികൾ സ്ഥാപിച്ചിട്ടുള്ള PR ടീമുണ്ട്, മനസ്സിലായി. ഇവർ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഈ ഭരണാധികാരികൾക്ക് കൊടുക്കും. ജനങ്ങളുടെ ഒരു ട്രേറ്റ് അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് ഇങ്ങനെയാണ്, നിങ്ങൾ ഇനിയും വേണമെങ്കിൽ കട്ടം മുടിച്ചോ, ഒരിടത്തും ചോദിക്കാൻ പറ്റില്ല. ഇവന്മാരിപ്പോഴും സ്ത്രീയുടെ അഹങ്കാരമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള സംഭവങ്ങൾക്ക് PR വർക്ക് ഇതിൻ്റെ ബാക്കി കൂടി നടക്കുന്നുണ്ടാവാം. ഞാൻ അതിൻ്റെ ഡാറ്റാസ് കിട്ടിയിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, നമ്മൾ ഒരു പോയിന്റ് മാത്രം ചിന്തിക്കരുത്. നമുക്കുള്ള അപകടം ഇരിക്കുന്ന അങ്ങനെ, നമ്മൾ ഒരാൾ പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കരുത്. നമ്മളുടെ പല സാഹചര്യം അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേർഷൻസ് നമ്മൾ ചിന്തിക്കണം. ഇത് എങ്ങനെയൊക്കെ പുറത്ത് പോകാം, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെ കളികൾ നടക്കാം എന്നുള്ളതാണ് ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ രേണുസുതിയുടെ പുറകെ നടക്കുമ്പോഴത്തേക്കും ഇവിടെ ബാക്കി അധികാരികൾ ചെയ്യേണ്ട അല്ലെങ്കിൽ അധികാരികൾ പൗരം ചെയ്തു കൊടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ റോഡ് നന്നാക്കേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലത്ത് അവർക്ക് കിട്ടേണ്ട പല കാര്യങ്ങളുണ്ട്. രോഗാവസ്ഥയിലൊക്കെ കഴിയുന്ന പല ജനങ്ങൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ വിധവ പെൻഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അനാസ്ഥ, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൻ്റെ അനാസ്ഥ, അതൊന്നും ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത് സമൂഹത്തിനൊട്ടും ഗുണമോ അല്ലെങ്കിൽ ദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലതോ കിട്ടാത്തത് ഈ രേണുസുതിയുടെ പോലത്തെ വീഡിയോസാണ്, മനസ്സിലായി. അവർ അഭിനയിച്ച് പോകുന്നു, അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങൾ അവരെ വിമർശിക്കാണ്ട് പോകുമ്പോഴത്തേക്കാണ് മീഡിയാസ് കാണുന്നത്. കുറേ പേര് രേണുസുതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതാണ് ഇനി രേണുസുതി ഒരു ഇൻ്റർവ്യൂ എടുക്കുക. അപ്പോൾ അതിൽ കുറേ വിമർശനങ്ങൾ നമുക്ക് കിട്ടും, കുറേ കമൻസ് ആ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ വരും. അപ്പോൾ നമ്മളെ ചാനലിന് ഹൈപ്പ് കിട്ടും, അതിന് കുറേ പൈസ ഉണ്ടാക്കാം. ഇങ്ങനെയാണ് എന്നെപ്പോലുള്ള യൂട്യൂബ് ചാനൽസ് അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ യൂട്യൂബ് ചാനലുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കാണാൻ ആൾക്കാരുള്ളതുകൊണ്ടിട്ടാണ് എന്നെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബാക്കിയുള്ള മീഡിയാസ് ഈ രേണുസുതിനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടി ഇല്ലെങ്കിൽ ആരും രേണുസുതിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കത്തില്ല. അവരെ പല കാര്യങ്ങളും അവർക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിലൂടെ പൈസ ഉണ്ടാക്കാൻ പല കാര്യങ്ങളും അവർ ചെയ്യും. നിങ്ങളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആ വീഡിയോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ആ ഒരു വീഡിയോ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടാൽ പോലും ഫേസ്ബുക്കും യൂട്യൂബും മനസ്സിലാക്കുന്നത് ഈ വീഡിയോയിൽ എന്തോ ഒരു എൻഗേജിങ് ആയിട്ടുള്ള സംഭവമുണ്ട്, അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് ആളുകളിലേക്ക് കൂടി എത്തിക്കണമെന്ന് വെച്ചിട്ട് അത് കുറച്ച് ആളുകൾക്കും കൂടി എത്തിക്കും. നിങ്ങളിപ്പോൾ രേണുസുതി ഇതിനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആൽഗോരിതം മനസ്സിലാക്കുന്നത് ഈ കമൻറ്റ് ഇട്ട ആൾക്ക് രേണുസുതി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്
ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് വരുമ്പോഴത്തേക്കും അയാൾ കമന്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഇനിയും അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കുറേ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്ന് കൊടുക്കും. നിങ്ങൾ ചെയ്യേണ്ട ബെറ്റർ ഓപ്ഷൻ, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ ചെയ്യേണ്ട ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, മനസ്സിലായില്ലേ? ഫേസ്ബുക്കിലാണെങ്കിൽ ഏറ്റവും നല്ലൊരു 3 ഡോട്ട് കാണാം, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് വരും, അതിൽ റിപ്പോർട്ട് കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിലാണെന്നതിന് സെയിം തന്നെ 3 ഓപ്ഷൻ ഉണ്ടാകും, അതിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് അതിൽ എന്താ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നോ അല്ലെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. യൂട്യൂബിലും ഇതുപോലെ തന്നെ ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങളൊരു 10 വീഡിയോസിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഇതേപോലെ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ആ ഒരു ന്യൂസ് ഫീഡിലേക്ക് വരത്തില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത്. ഞാൻ പോലും ഈ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങളുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ചെയ്യരുത്. ഇവിടെ പല ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് അടിയന്തരമായിട്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുക. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ സംഭവങ്ങൾ ഡോണ്ട് റെക്കമെൻഡ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ന്യൂസ് ഫീഡിൽ വരാണ്ടിരിക്കാനുള്ള കാര്യം ചെയ്യുക. ഒരിക്കലും കമൻറ്റ് ചെയ്യരുത്. കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസ് കുറേ ആളുകളിലേക്ക് എത്തും. അപ്പോൾ അത്രയും മാത്രം പറയാനായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.